ഹലോ, ഐ എം ആയിഷ. എല്ലാവർക്കും ഞാൻ ആദ്യമായി പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ ഒരു വർഷം കടന്നു പോയത് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പിന്നിട്ട് ഇപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതികളും പുതിയ മാറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അല്ലേ? ഒരുപാട് ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കുന്നത് കൂടുതൽ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വർഷം നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം, പുതിയ മാറ്റങ്ങൾ വരുത്തണം, നല്ല നല്ല ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം, റുട്ടീനായിട്ടുള്ള ലൈഫ് നമുക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഓരോ ന്യൂ ഇയർ വരുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും. ആദ്യം അതൊക്കെ കുറച്ചൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നീട് മാസങ്ങൾ കഴിയുന്തോറും അത് ഫോളോ ചെയ്യാത്ത രീതിയിൽ പോവുകയാണ് പതിവ്. അപ്പോൾ ഞാൻ പക്ഷെ അങ്ങനെയല്ല, ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യണം, നല്ലൊരു റുട്ടീൻ ഫോളോ ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ പ്ലാനർ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്ലാനേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള പ്ലാനറാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിവിടെ ഡെക്കറേഷൻസോ പിക്ചേഴ്സോ സ്റ്റിക്കേഴ്സോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മുടെ ഒരുപാട് ടൈമും വേസ്റ്റാവും. ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡെക്കറേഷൻസിലും കാര്യങ്ങളിലൊന്നും ഒരു അർത്ഥമില്ലാതെ വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സിമ്പിളായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വീണ്ടും ഇത് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള പ്ലാനേഴ്സ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനർ വെച്ച് തന്നെ ഈ വർഷം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ പ്ലാനറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജാനുവരി മന്തിൻ്റെ ഒരു പ്ലാനറാണിത്. ഈ ഒരു പേജ് മാത്രമേ ഞാൻ ഈ ഒരു ജാനുവരി മന്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ആദ്യം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കോളം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഡെയിലി ഒരു 1 സെൻറ്റൻസ് 1 or 2 സെൻറ്റൻസ്. നെക്സ്റ്റ് ഹാബിറ്റ് ട്രാക്കർ. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും 31 ഡേയ്സ് മാത്രമേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു ഹാബിറ്റ് മാത്രമേ ഞാനിവിടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ ഈ ഒരു മന്തിൽ, ജാനുവരി മന്തിൽ ഏതെങ്കിലും ഒരു ഹാബിറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ഒരു ഹാബിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ്, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് ഇവിടെ തിരഞ്ഞെടുത്ത് ആ ഹാബിറ്റ് ദിവസവും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ട് ഒന്ന് ലൈഫ് സെറ്റാക്കി എടുത്തിട്ട് റുട്ടീൻ ആയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ടു ഡു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മന്തിന് വേണ്ടിയിട്ടുള്ളതാണിത് ടു ഡു ലിസ്റ്റ്. പക്ഷേ ചെറിയൊരു കോളം മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഈ ടു ഡു ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും, ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ അതൊന്നും എല്ലാം ഞാനിവിടെ പോയിൻ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മുമ്പൊക്കെ ഞാൻ 2 പേജൊക്കെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് 2 പേജ് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ അങ്ങനെ സാധിക്കാറില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ചെയ്തു വരുമ്പോഴാണ് അത് ചിലതൊക്കെ നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടു ഡു ലിസ്റ്റിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു ദിവസത്തിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യും. നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് അതിനെ ക്രമീകരിച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, എന്നാൽ പുതിയതായിട്ട് മീൻസ് എക്സ്ട്രാ എന്തെങ്കിലും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ എക്സ്ട്രാ 1 or 2 കാര്യങ്ങളെങ്കിലും ഡെയിലി ഒരു ദിവസം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ടുള്ളത്. മീൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യാനും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ, പിന്നെ ഗാർഡനിങ്ങിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ഡെയിലി വാട്ടറിങ് ചെയ്യുന്നതല്ല,
അതല്ലാതെ പുതിയ പ്ലാന്റ്സിന് എന്തെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അതിനെ അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു ടു ഡു ലിസ്റ്റ്. നെക്സ്റ്റ്, ന്യൂ ഐഡിയാസ് ഓഫ് ദ മന്ത്. എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു പാർട്ടിലാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് എന്താണോ ഈ ഒരു മന്തിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ റിവ്യൂ, ഈ ഒരു മന്തിൽ എങ്ങനെയായിരുന്നു ഞാനത് ഫോളോ ചെയ്തത്, അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കോളം റിവ്യൂ ഓഫ് ദ മന്ത്. ഇതിൽ ജസ്റ്റ് അത്രയല്ലേ എഴുതാനുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഡേറ്റ് എഴുതാം, ആ ഡേറ്റിൽ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, ഗുഡാണോ ബാഡാണോ ഓക്കെ ആണോ എക്സലൻ്റ് ആണോ, നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. ഈ മന്തിൽ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത മാസം ചെയ്യാൻ വേണ്ടി നോക്കണം. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു പ്ലാനർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല. കമൻറ്റിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.